ഹായ് ഓൾ, പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ നീറ്റിൻ്റെ സ്കോർ അനുസരിച്ച് നമ്മുടെ കേരള റാങ്ക് എത്രയായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇത് എക്സാക്റ്റ് കറക്റ്റ് അല്ല, എന്നിരുന്നാലും ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. യഥാർത്ഥത്തിലുള്ള കേരള റാങ്ക് ഈ മാസം അവസാനമായിട്ടോ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ ആദ്യത്തെ ആഴ്ച തന്നെ വരും. കഴിഞ്ഞ ദിവസം കോടതിയുടെ നിർദ്ദേശപ്രകാരം NTA സ്റ്റേറ്റ് വൈസ് ആയിട്ട് അതിൽ സിറ്റി വൈസ് സെൻറ്റർ വൈസ് ആയിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു കേരളത്തിൻ്റെ റിസൾട്ടാണ്. അപ്പം ഓൾമോസ്റ്റ് ശരിയായിരിക്കും. അപ്പോൾ നമുക്കിത് നോക്കാം. ഈ PDF വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, പ്രശ്ന വെയിറ്റ് എക്സാമിൽ NEET 2024 ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത്, അതായത് പെർഫെക്റ്റ് സ്കോർ ആയിട്ടുള്ള 720-ൽ 721 സ്കോർ വാങ്ങിയിട്ടുള്ള കേരളത്തിൽ നിന്ന് 4 പേരുണ്ടായിരുന്നത്. ആ 4 പേരുടെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും, 1, 2, 3, 4 എന്നുള്ളത്. ഇവിടെ കാണുന്ന ഈ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് കേരള റാങ്ക് ആയിട്ട് എടുക്കാം. അതിൻ്റെ അവിടെ മാർക്ക് കാണിക്കുന്നുണ്ട്. ഞാൻ അതിന് നടുവ് കോഡ് നമ്പർ എന്നുണ്ട്. കോഡ് നമ്പർ എന്താണെന്ന് ഈ സമയത്ത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ജസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കമൻറ്റിൽ തന്നെ അത് പറഞ്ഞു തരാവുന്നതാണ്. നമുക്കിവിടെ സീരിയൽ നമ്പർ എന്നുള്ളത് കേരള റാങ്ക് ആയിട്ടും മാർക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം പ്രാവശ്യം 720 പേര് കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 4 റാങ്ക് അവരായിട്ട് വരും. കേരളത്തിൽ 5ാം റാങ്കായിട്ട് 716 കിട്ടിയ കുട്ടിയും വരും. ദെൻ 715 ഉണ്ട്, 712 ഉണ്ട്, 711 ഉണ്ട്. അങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 710, 708, 707. അപ്പം ആദ്യത്തെ 100 റാങ്ക് കേരള റാങ്കിൽ 100 വരുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് കേരള റാങ്ക് 100 വരുന്നത്. 705 കിട്ടിയ ഒരു കുട്ടി, ആ കുട്ടിക്കായിരിക്കും കേരള റാങ്ക് 100 വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് CE പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് അല്ല. ഇത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം NTA പബ്ലിഷ് ചെയ്തിരുന്നു, സിറ്റി വൈസ് സെൻറ്റർ വൈസ് ഒക്കെ ആയിട്ട്. ആ ഒരു ലിസ്റ്റിൽ കേരളത്തിൻ്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് അനലൈസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതിലും ചിലപ്പോൾ മാറ്റം വരാവുന്നതാണ്. എങ്കിൽ പോലും ഏറെക്കുറെ ഒരു റാങ്ക് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. ഇനി മുന്നോട്ടുള്ള റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആദ്യത്തെ 100ാമത്തെ റാങ്ക് വരുന്ന ആൾ 705ാമത്തെ റാങ്ക് മാർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ 1200 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200ാമത്തെ റാങ്ക് വന്ന് 692 മാർക്ക്, 698 മാർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ 500 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500ാമത്തെ റാങ്ക് വരുന്നത് അറൗണ്ട് 688 മാർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ കേരള റാങ്ക് ഒരു 1000 എന്നുള്ളതിൻ്റെ ആ റേഞ്ചിൽ വരണമെന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് വേണമെന്ന് നോക്കാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത് കാണാവുന്നതാണ്. 1000 എന്നുള്ളത് അറൗണ്ട് ഒരു 677 മാർക്ക്. 677 മാർക്കുള്ള ഒരു കുട്ടിക്കായിരിക്കും പ്രാവശ്യത്തെ കേരള റാങ്ക് ഒരു 1000ൻ്റെ അടുത്ത് വരിക. വീണ്ടും പറയുന്നത് ഇതൊരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു കേരള റാങ്ക് അല്ല. ഇതിൽ നിന്ന് മാറ്റം വരാവുന്നതാണ്. ബട്ട് അറൗണ്ട് ഈ ഒരു മാർക്കിനായിരിക്കും നമ്മുടെ റാങ്ക് വരിക എന്നുള്ളത് മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാവുന്നത്. ഇനിയും മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 1500 എന്നുള്ളത് പലപ്പോഴും ഒരു കട്ട് ഓഫിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ കേരള കട്ട് ഓഫ് കേരളത്തിൽ സീറ്റ് കിട്ടാവുന്നതിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നോക്കാം. 1500 എന്നൊക്കെ പറയുന്നത് എവിടെയായിരിക്കും? 1500 എന്ന് പറയുമ്പം 669 മാർക്ക് കിട്ടിയ കുട്ടിക്കായിരിക്കും 1500, ആ റേഞ്ചിലായിരിക്കും ആ ഒരു കുട്ടിയുടെ കേരള റാങ്ക് വരുന്നുണ്ടാവുക. അതുപോലെ നമുക്ക് 650 മാർക്കിന് അറൗണ്ട് എത്ര കേരള റാങ്ക് വരും എന്ന് നോക്കാം. 650 മാർക്ക് എന്ന് പറയുമ്പോൾ 650 മാർക്ക് എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം അറൗണ്ട് ഒരു 2800 ആ റേഞ്ചിലോട്ട് കേരള റാങ്ക് വരും. അടുത്ത് നമുക്കൊരു 600 മാർക്കിന് ഉള്ളത് നോക്കാം. 600 മാർക്ക് വരുമ്പോൾ 600 മാർക്ക് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ കേരള റാങ്ക് ഒരു 6600, 6700 ആ റേഞ്ചിലോട്ട് എത്തുന്നതായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ജസ്റ്റ് ഒഫീഷ്യലായിട്ട് CE പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് അല്ല. ഇത് കഴിഞ്ഞ ദിവസം NTA പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് വൈസ് സെൻട്രൽ വൈസ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലിസ്റ്റ് മാത്രമാണ്. ഇതിൽ നിന്ന് മാറ്റം വരാവുന്നതാണ് കേരള റാങ്ക് വരുമ്പോൾ. നമുക്കത് ഏറെക്കുറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, റീനേറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മാസം അവസാനത്തിലോട്ടോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തെ ആഴ്ചയായിട്ട് കേരള റാങ്ക് വരുന്നതായിരിക്കും. ഇനി ഞാൻ ഈ ഒരു PDF ജസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ അറൗണ്ട് കുറച്ച് അടിക്ക് വരെ സ്ക്രോൾ ചെയ്ത് വിട്ടുതരാം. ഓരോന്നും വായിക്കുക എന്ന് പറഞ്ഞത് പോസിബിൾ അല്ല. നിങ്ങളുടെ റാങ്കില്ല ഭാഗത്തോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കുള്ള ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് റാങ്ക് അറൗണ്ട് എത്ര ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.
ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്.